മുൻ MLA എ പ്രദീപ് കുമാർ മുഖ്യമന്ത്രിയുടെ പുതിയ പ്രൈവറ്റ് സെക്രട്ടറിയാകും. കോഴിക്കോട് മുൻ MLA ആണ് എ പ്രദീപ് കുമാർ. KK രാഗേഷ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയതോടെയാണ് പ്രദീപ് കുമാറിനെ നിയമിക്കുന്നത്. റോഷിബാൽ വിവരങ്ങളുമായി. റോഷിബാൽ, കോഴിക്കോട് മുൻ MLA എ പ്രദീപ് കുമാറിന്റെ പേര് നമ്മൾ ഉറപ്പിക്കുകയാണോ? നേരത്തെ പറഞ്ഞു കേട്ട പേരുകളിലൊന്നും പെടാത്തൊരു പേരാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സ്മൃതി, KK രാഗേഷ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയപ്പോൾ ഒഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി പദവിയിലേക്കാണ് ഇപ്പോൾ കോഴിക്കോട് നോർത്ത് MLA ആയിരുന്ന എ പ്രദീപ് കുമാറിനെ നിയമിക്കുന്നത്. മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച് ഉത്തരവ് നൽകി കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ അറിയുന്നത്. എ പ്രദീപ് കുമാർ നമുക്കറിയാം, നേരത്തെ തന്നെ DYFIയുടെ നേതാവായും പിന്നീട് CPMന്റെയും കോഴിക്കോട് നേതാവായി MLA എന്ന നിലയിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. നോർത്ത് MLA ആയി നിരവധി പദ്ധതികളിലൂടെ വിദ്യാലയങ്ങളെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള വിവിധ പദ്ധതികളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട നേതാവാണ്. പക്ഷേ നേരത്തെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി പദത്തിലേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന പേരുകളിൽ എ പ്രദീപ് കുമാറിന്റെ പേര് ഉയർന്നു കേട്ടിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കണ്ണൂർ ജില്ലയിൽ നിന്ന് തന്നെ ഒരു നേതാവ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിച്ചേരും എന്ന സൂചന തന്നെയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ അതിന് പകരം കോഴിക്കോട് നിന്നും എ പ്രദീപ് കുമാറിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഏറ്റവും പ്രധാന ചുമതലയായ പ്രൈവറ്റ് സെക്രട്ടറി പദവിയിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ MV ജയരാജനടക്കം ഈ പദവിയിൽ ഉണ്ടായിരുന്നു. പിന്നീട് KK രാഗേഷ് ദീർഘകാലമായി മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി ചുമതലയിൽ തുടർന്നു. ഒടുവിൽ കണ്ണൂരിൽ CPM ജില്ലാ സെക്രട്ടറി ആകാൻ വേണ്ടിയാണ് KK രാഗേഷ് പദവി ഒഴിഞ്ഞത്. ഏതായാലും ഒടുവിൽ അവിടെ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. കഴിഞ്ഞ ഏതാണ്ട് 2 ആഴ്ചക്കാലമായി മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി പദവിയിലേക്ക് ആളെ തെരഞ്ഞെടുത്തിരുന്നില്ല. മുഖ്യമന്ത്രിയുടെ അവകാശമാണത്. മുഖ്യമന്ത്രി അത് തീരുമാനിക്കുമെന്നായിരുന്നു CPM വൃത്തങ്ങൾ അറിയിച്ചത്. ഒടുവിൽ മുഖ്യമന്ത്രി എ പ്രദീപ് കുമാറിനെ പ്രൈവറ്റ് സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത് അത് സംബന്ധിച്ച് ഉത്തരവ് പുറത്തിറക്കി കഴിഞ്ഞു. സ്മൃതി, SFIയിലും DYFIയിലും ഒക്കെ പ്രവർത്തിച്ച ശേഷമാണ് അദ്ദേഹം മത്സരിക്കുന്ന അദ്ദേഹം MLA ആകുന്നത്. പൊതുവെ സൗമ്യനായ നേതാവ് എന്ന നിലയ്ക്ക് പ്രദീപ് കുമാർ എല്ലാവർക്കും സ്വീകാര്യനായ ഒരു നേതാവാണ്. കോഴിക്കോട് സ്വദേശിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി എത്തുന്നത് എന്നൊരു രാഷ്ട്രീയ കൗതുകം കൂടിയുണ്ട്, അല്ലേ? സ്മൃതി, അതാണ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും KK രാഗേഷ് രാജിവെച്ചപ്പോൾ തന്നെ ഉയർന്ന ചർച്ചകൾ കണ്ണൂർ കേന്ദ്രീകരിച്ചായിരുന്നു. കണ്ണൂർ ജില്ലയിൽ നിന്നും KK രാഗേഷിന് പകരക്കാരനായ ഒരു നേതാവ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തിച്ചേരും എന്ന് തന്നെയായിരുന്നു സൂചന. അങ്ങനെ കണ്ണൂർ ജില്ലയിലെ പല നേതാക്കളുടെ പേരുകളും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നതായുള്ള വിവരങ്ങൾ പുറത്തു വന്നു. അങ്ങനെ അഭ്യൂഹങ്ങൾ വന്നു. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഈ എ പ്രദീപ് കുമാറിൻ്റെ പേര് ഒരു ഘട്ടത്തിൽ പോലും ഉയർന്നില്ല. പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയ്ക്ക് പുറത്തുള്ള ഒരാൾ മുഖ്യമന്ത്രി ഓഫീസിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ടാകില്ല എന്ന് തന്നെയായിരുന്നു കണക്കുകൂട്ടൽ. പക്ഷേ എ പ്രദീപ് കുമാർ നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട് നോർത്ത് MLA ആയിരിക്കുമ്പോൾ വലിയ സ്വീകാര്യത ഉണ്ടായിരുന്നു. പൊതുജനങ്ങൾക്കിടയിൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ തന്നെ ലഭിച്ച ഒരു സ്വീകാര്യത, പിന്നെ അങ്ങനെയുള്ള ഒരു പക്വതയും ഉള്ള ഒരു നേതാവ് എന്ന നിലയിലായിരിക്കാം ഒരുപക്ഷെ മുഖ്യമന്ത്രി അങ്ങനെ എ പ്രദീപ് കുമാറിനെ മുഖ്യമന്ത്രി ഓഫീസിലെ ഏറ്റവും പ്രധാന പദവിയിലേക്ക്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലമാണ്, ഏതാണ്ട് ഒരു വർഷത്തിനടുത്ത് മാത്രമേ സമയമുള്ളൂ. അതിനിടയിൽ 2 തെരഞ്ഞെടുപ്പുകളാണ്. അത് CPMനെ സംബന്ധിച്ചിടത്തോളം LDF സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഉത്തരവാദിത്തമാണ്. ആ ഘട്ടങ്ങളിൽ ജനപ്രിയമായ ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ ജനങ്ങൾക്ക് പ്രതിഷേധം അല്ലെങ്കിൽ പ്രതിഷേധം ഉണ്ടാക്കാൻ അവസരം നൽകാത്ത രീതിയിലുള്ള ഇടപെടൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഈ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാഗത്ത് ഉണ്ടാകണം. കൃത്യമായ വലിയ ഉത്തരവാദിത്തമാണ് പ്രദീപ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഈ സർക്കാരിൻ്റെ അവസാന കാലഘട്ടമാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കൂടി നിൽക്കുന്ന ഈ സമയത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഏറ്റവും പ്രധാന ചുമതലയിലേക്ക് വരുമ്പോൾ ഏതായാലും ആ യുവജന സംഘടനകളോട്, വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിലേക്ക് എത്തിയ നേതാവ് കൂടിയാണ് എ പ്രദീപ് കുമാർ. അങ്ങനെ പിന്നീട് ജനപ്രതിനിധിയായി എത്തുന്നു. കോഴിക്കോട് നോർത്തിൽ 2 തവണ ജനപ്രതിനിധിയായി. മാത്രവുമല്ല അതിനുശേഷവും പാർട്ടി ചുമതലകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു കോഴിക്കോട്. ഇപ്പോൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയാണ് എ പ്രദീപ് കുമാർ. ഒടുവിൽ മുഖ്യമന്ത്രി ഓഫീസിലെ പ്രധാനപ്പെട്ട ചുമതലയിലേക്ക് കോഴിക്കോട് നിന്ന് ഒരാൾ വരുന്നു എന്നതാണ് പ്രത്യേകത. സ്മൃതി.